ഫാനിസമാണ് വിഷയം. അപ്പൊ ഈ ഒരു ഫാൻ ആയിരിക്കാം, ഇപ്പൊ ഒരാളുടെ ഫാൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ ഇഷ്ടമാണ് ഞാൻ ആരുടെ ഫാൻ ആയിരിക്കണം, ഇപ്പൊ മമ്മൂട്ടിയുടെ ഫാൻ ആവണോ മോഹൻലാലിന്റെ ഫാൻ ആവണോ എന്നൊക്കെ എന്റെ ഇഷ്ടമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്തായിരുന്നു ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ഒരു കമ്പാരിസൺ മാത്രം ഉണ്ടായത്. ശരി ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. കാരണം മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പൊ ഇഷ്ടംപോലെ നടന്മാരുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് പേഴ്സണലി ഒരാൾ വന്നിട്ട് മമ്മൂട്ടിനോടാണോ മോഹൻലാലിനോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഇപ്പൊ രണ്ടുപേരും ഇഷ്ടമാണ്. കാര്യം ഒരു സമയം എനിക്ക് മോഹൻലാലിനെ ആയിരുന്നു ഇഷ്ടം, പിന്നെ ഒരു സമയം ഇപ്പം എനിക്ക് മമ്മൂട്ടീനെ ആയിരുന്നു ഇഷ്ടം. ഇപ്പം രണ്ടുപേരും ഏറെക്കുറെ നല്ല പടങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണെന്നുള്ള ലൈനിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എനിക്കൊരു പെർമനൻ്റ് ആയിട്ടൊരു ഫാൻ ആയിട്ടുള്ള ഒരാളൊന്നല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഫാനിസം എന്ന് പറയുന്നത് ഒരു കണക്കിന് ഒരു നല്ല ഇത് തന്നെയാണ്. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ആ പടം പോയി കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഓളമാണ് ഫാൻസിലൂടെ ഇരുന്നൊക്കെ പടം കാണാമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഫാനിസമൊക്കെ ഒരു വിധത്തിൽ നല്ലതാണ്. പക്ഷേ ഈ ടോക്സിക് ഫാൻസ് എന്ന് പറഞ്ഞൊരു ലെവൽ ഉണ്ടല്ലോ, അതായത് മറ്റേ ആള് എന്തോ മോശക്കാരനാണ്, ഈ നമ്മുടെ ആള് മാത്രമേ ഉള്ളൂ നല്ലത്, മറ്റേ ഇപ്പൊ കുറെ കമന്റ് കാണുമല്ലോ നമ്മന്റെ ആള് മാത്രമാണ് നല്ലതെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലെവലിനകത്തുള്ള ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ, ചീത്തപ്പൊളി വിത്ത് റോ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിനകത്ത് വന്നൊരു വീഡിയോ. ഇപ്പൊ ഈ റോ കണ്ടന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും റോ കണ്ടന്റ് ആവണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ചാനലിൽ കൂടെയാണ് അവരുടെ മുഖം നാട്ടുകാർ കാണുന്നത്. അതായത് ഇപ്പൊ ഒരു പുള്ളിക്കാരന്റെ വീഡിയോ ഞാൻ ഇന്നലെ കാണാനായിട്ടിടയിൽ നിങ്ങൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും, എന്നാലും നമുക്ക് ഒന്നും കൂടെ കാണാം. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക, മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്താൻ കൊണ്ട് എന്താണ് എല്ലാവരും ഉയരങ്ങളിലേക്ക് പോട്ടെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല, നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടാ. എന്ത് മനുഷ്യനാണെന്ന് നോക്കണേ, ഇവനെയൊക്കെ മനുഷ്യന്ന് വിളിക്കാൻ പറ്റും? ഈ ഒരുമാതിരി മറ്റേ മക്കളെയൊക്കെ ഇവനെയൊക്കെ ഉണ്ടല്ല, ശരിക്കും പറഞ്ഞ ഇവന്റെ ആ കൈ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് പെരുമാറാനായിട്ടുള്ള ആഗ്രഹം ഇത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും. അതായത് ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് തോന്നും. കാര്യം ഇവന് വേണമെങ്കിൽ പറയാ, അതായത് മോഹൻലാല് വളരട്ടെ, അതായത് മോഹൻലാല് വളരട്ടെ, മോഹൻലാലിന്റെ മകൻ വളരട്ടെ എന്നൊക്കെ ഇവന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവൻ മറ്റേയാള് മരണപ്പെടട്ടെ, അതായത് മമ്മൂട്ടി മരണപ്പെടട്ടെ, മമ്മൂട്ടിയുടെ മകനും മരണപ്പെടട്ടെ എന്നുള്ള ഒരു ലെവലിനകത്തൊക്കെ ഇവൻ വന്നിട്ട് ഇങ്ങനെ ഒരു ചാനലിനകത്ത് വന്ന് പറയുമ്പോഴത്തേക്കും എന്താണാവോ അവൻ്റെ മനസ്സിൽ കൂടെ ആ സമയത്ത് പോയത്. ഇവനെ പോലുള്ളവനെയൊക്കെ എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്ത് ശരിക്കും പറഞ്ഞാൽ പോലീസിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കേസൊക്കെ ഇല്ലേ? കാര്യം ഒരാൾ മരണപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ്, അതും ഒരു കുറ്റമല്ലേ ഒരാളുടെ? ഇവൻ്റെയൊക്കെ ചിന്താഗതി എനിക്ക് മനസ്സിലാവുള്ള സത്യമായിട്ടും. ഇവനെ പോലുള്ളവനെ ഒന്നും ഒരിക്കലും നമുക്ക് ഫാൻസിൻ്റെ ഒരു ഗണത്തിൽ പെടുത്താനേ പറ്റൂല. കാര്യം ഇവനൊന്നും ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റത്തിനകത്തേക്ക് ഇവൻ പെടൂല. ഇവൻ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള എന്തായത് ഒരാളോടുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു ആരാധന. ഈ ആരാധിക്കണതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കുറ്റമില്ല, അതായത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത രീതിക്ക് നമുക്ക് ഒരാളെ ആരാധിക്കാം എന്നും പറഞ്ഞിട്ട് മറ്റേ ആൾ നശിച്ചു പോട്ടെ എന്നൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയണത്. എല്ലാവരും വളരട്ടെ, ഇപ്പൊ ആങ്കർ പറയുന്നുണ്ടല്ലോ എല്ലാവരും വളരട്ടെ എന്ന് ചിന്തിച്ചൂടെ? അപ്പൊ ഈ പുള്ളി പറയുന്നത് ജനാധിപത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കട്ടെ, നമ്മൾ മോഹൻലാൽ മാത്രം വളരണം. ഇവനെയൊക്കെ ഇപ്പൊ കുറെ പേര് ഇതിന്റെ അടിയിലേക്ക് കിടന്ന് കമന്റ് ഇടുന്നുണ്ട്, മോഹൻലാൽ ഫാൻസ് എല്ലാവരും ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ കുറെ എണ്ണം ഈ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്കും ഗോൾ അടിക്കാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇവനെ എങ്ങനെ മോഹൻലാൽ ഫാനെന്നോ മമ്മൂട്ടി ഫാനെന്നോ ഒന്നും പറയാൻ പറ്റൂല. ഇവൻ വെറും ഒരു നാടിനും വീടിനും ഒരു വിലയില്ലാത്ത ഒരുത്തൻ. ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായി. ഇപ്പൊ ഈ മറ്റേ പുള്ളിക്കാരൻ പറയല്ല, നിന്നെ കണ്ടു കഴിഞ്ഞാൽ തുപ്പു എന്ന് പറയൂലേ, ആ ഒരു പുള്ളിക്കാരി പറയൂലേ, ആ ഒരു ലെവലിനകത്തുള്ള ഒരു മനുഷ്യനാണ് ഇവൻ. ഇവനെ ഒന്നും ശരിക്കും ഒരു ഫാനായിട്ടേ കൂട്ടേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതേപോലുള്ള നിങ്ങളെ നന്നായിട്ട് ആരെയും കൈ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും പെരുമാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. വല്ല മോഹൻലാൽ ഫാൻ്റെ മമ്മൂട്ടി ഫാൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെരുമാറാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നില്ല എല്ലാ മോഹൻലാൽ ഫാന്മാരും ഇങ്ങനെ മറ്റേ ആൾക്ക് എന്തെങ്കിലും പറ്റണം, അയാൾ നശിഞ്ഞു പോകണോ അല്ലെങ്കിൽ അയാൾ മരണപ്പെടണോ എന്നൊക്കെ ഉള്ള രീതിക്ക് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഇവനെ പോലുള്ള ചില കീടാണുക്കൾ എൻ്റെ പൊന്നി ലോകം വിട്ട് പോയായിരുന്നെങ്കിൽ എത്ര മനസ്സമാധാനമായിട്ട് ഇരുന്നേനെ. അറിയാം, ഈ ഫാൻസിന് തന്നെ ഒരു അപമാനം എന്നൊക്കെ പറയൂലേ, ഇവനെ ശരിക്കും ഫാൻസായിട്ടേ കൂട്ടാൻ പാടില്ല. പക്ഷെ എന്നാലും ഇവൻ കാരണം കുറച്ച് ഫാൻസിനെങ്കിലും ഒരു അപമാനം ഉണ്ടായിട്ടുണ്ടാവാം.
ഇതേപോലുള്ള നിങ്ങളെ ഒന്നും നമ്മൾ വെച്ചിട്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഇവനെ ഒന്നും ദൈവത്തെ ഓർത്ത് ആരും ഫാനായിട്ട് കൂട്ടരുത്. പിന്നെ ഇവന് അസുഖമാണെന്നും പറഞ്ഞല്ല, ഇവന് മാനസിക രോഗിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഇവന് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടാണ്ട് നോക്കണം. ഇവനൊന്നും മാനസിക രോഗിയൊന്നുമല്ല, 2 എണ്ണം കിട്ടാത്തതിൻ്റെ അസുഖം മാത്രമേ ഇവനൊക്കെ ഉള്ളൂ. അതിന് ഇമാതിരി വർത്താനമൊക്കെ വിളിച്ചു പറയേണ്ട ഇവൻ്റെയൊക്കെ മനസ്സേ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പിന്നെ ആ ചാനലുകാരോടാണ്, നിങ്ങൾ റോ ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇവനെ നാട്ടുകാർ കണ്ടത്, ഓക്കെ. പക്ഷെ ഇതേപോലുള്ളൊരു ടോക്സിസിറ്റി, ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു മൈൻഡിനെ നിങ്ങളാണ്, നിങ്ങളുടെ ചാനലിൽ കൂടെയാണ് നാട്ടുകാർ കാണുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ചാനലിലാണ് ഇവൻ്റെ മുഖം വന്നേക്കണം. അപ്പം നിങ്ങളുടെ ചാനലിലും കൂടെയാണ് അതിന് പേര് ദോഷം. അപ്പം അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക, ഈ ചാനലിൻ്റെ ഉടമസ്ഥന്മാർ. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.